ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റിയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ടുകൾ എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാം, എങ്ങനെ ഓർത്തിരിക്കാം എന്നതിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് നിങ്ങൾ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ ഇതിന്റെ വീഡിയോയുടെ ഒപ്പം കാർഡായിട്ട് കൊടുക്കുന്നുണ്ട്, അതല്ലെങ്കിൽ അത് പ്ലേലിസ്റ്റിലുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, സോ അപ്പോൾ ഒരു സുഹൃത്ത് കമന്റ് ചെയ്തിരുന്നു ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ വീഡിയോ ചെയ്യുമോ എന്ന്. സോ അതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ വീഡിയോ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഓക്കെ, സോ ഇപ്പോൾ ഈ ഒരു PDF-ന്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതാണ്. കൂടാതെ ഈ നോട്ട്സ് www.bibimohan.com-ലും ചെയ്യുന്നതാണ്, പോസ്റ്റ് ചെയ്യുന്നതാണ്. എഞ്ചിനീയറിംഗ് കോമ്പറ്റേറ്റീവ് എക്സാംസിന് തയ്യാറെടുക്കുന്നവർ AAAMADC എന്ന എന്റെ ചാനൽ വിസിറ്റ് ചെയ്യാം. AAAMADC.com എന്ന ബ്ലോഗും സന്ദർശിക്കാവുന്നതാണ്. ഇനി RRB NTPC 2019 പ്രിപ്പയർ ചെയ്യുന്നവർക്ക് www.ntpcrailway.com വിസിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ ടെലിഗ്രാം ചാനൽ t.me/mynotebook ആണ്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. മെറ്റീരിയൽസും വീഡിയോ ലിങ്ക്സും ഒക്കെ ലഭിക്കുന്നതാണ്. ഇനി മൈ നോട്ട്ബുക്കിന്റെ സ്റ്റോറിൽ നിങ്ങൾക്ക് ബുക്ക് സജഷൻസ് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബുക്സോ അല്ലെങ്കിൽ എന്താണെങ്കിലും എന്ത് സാധനമാണെങ്കിലും വാങ്ങിക്കാവുന്നതാണ്. amazon.in /my notebook ആണ്, ഒന്ന് വിസിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇഷ്ടമുള്ളത് വാങ്ങിയാൽ മതി. ഓക്കെ, സോ നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. പാർട്ട് 3 ഈസ് റിലേറ്റഡ് ടു ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെ. പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. അതിൽ ആർട്ടിക്കിൾ എവിടം മുതൽ എവിടം വരെയാണ് നോക്കൂ. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് പറയുന്നത്. കൂടാതെ ഈ പാർട്ട് 3-യെ മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യ എന്ന് പറയുന്നു. മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് എന്തിനാണ്? ഈ പാർട്ട് 3-യാണ് മാഗ്ന കാർട്ട എന്ന് പറയുന്നത്. അപ്പൊ അതൊരു ഓർക്കണം. അടുത്തത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ ജസ്റ്റിസയബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റി ആർക്കെങ്കിലും ഫണ്ടമെന്റൽ റൈറ്റ്സ് നിഷേധിക്കപ്പെട്ടാൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുകയാണെങ്കിൽ കോടതിയെ സമീപിക്കാൻ കഴിയും. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അല്ലെങ്കിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് നിർദ്ദേശങ്ങളാണ്. ഓക്കെ, അപ്പൊ നിർദ്ദേശങ്ങളായതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് കോടതിയെ സമീപിക്കാൻ സാധിക്കുകയില്ല, ജസ്റ്റിസയബിൾ അല്ല. ഓക്കെ, പക്ഷെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. അടുത്തത് ഗാർഡിയൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഗാർഡിയൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നറിയപ്പെടുന്നത് ജുഡീഷ്യറി ആണ്, സുപ്രീം കോടതിയാണ് ഗാർഡിയൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ക്യാൻ ബി സസ്പെൻഡഡ് ഡ്യൂറിംഗ് ദ നാഷണൽ എമർജൻസി. നാഷണൽ എമർജൻസിയുടെ സമയത്ത് പക്ഷേ ഫണ്ടമെന്റൽ റൈറ്റ്സ് സസ്പെൻഡ് ചെയ്യാനും പറ്റും. ഇനി ആൻഡ് ദിസ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നുള്ള ഈ ഒരു ഐഡിയ ബോറോ ചെയ്തിരിക്കുന്നത് എവിടെ നിന്നാണ്? US-ന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് എവിടെ നിന്നാണ് കൊണ്ടിരിക്കുന്നത്? US-ന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഓക്കെ, റൈറ്റ്സ് ഫ്രം US. അടുത്തത് ചീഫ് ആർക്കിടെക്ട് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ചീഫ് ആർക്കിടെക്ട് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഈസ് സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേൽ, ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യനായ സർദാർ വല്ലഭായ് പട്ടേലാണ് ചീഫ് ആർക്കിടെക്ട് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഇനി ആർട്ടിക്കിൾ 13 പറയുന്ന ഇതാണ്: ഓൾ ലോസ് ദാറ്റ് ആർ ഇൻകൺസിസ്റ്റന്റ് വിത്ത് എനി ഓഫ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഷാൽ ബി വോയിഡ്. ഓക്കെ, ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിട്ട് കൺസിസ്റ്റന്റ് അല്ലാത്തത് എല്ലാ ലോസും എന്താണ്? വോയിഡ് ആണ്, ശൂന്യമാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ആർട്ടിക്കിൾ 13 അഭിപ്രായപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുവാണ്, ഓൾ ലോസ് ദാറ്റ് ആർ ഇൻകൺസിസ്റ്റന്റ് വിത്ത് എനി ഓഫ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഷാൽ ബി വോയിഡ് എന്ന് വരുവാണെങ്കിൽ അത് ഏത് ആർട്ടിക്കിൾ ആണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 13 ആണ്. ഓക്കെ, അപ്പൊ ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് പറയുന്നത്. ഇനി ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് 7 കാറ്റഗറീസ് ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 6 കാറ്റഗറീസ് ഉള്ളൂ. കാരണം എന്താണ്? റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു ലീഗൽ റൈറ്റ് ആക്കി മാറ്റിയിരിക്കുകയാണ്. ഒരു സ്വത്തവകാശ അധികാരം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു നിയമ നിയമപരമായ അവകാശമാണ്, അല്ലാതെ ഒരു മൗലിക അവകാശം അല്ല. അപ്പോൾ ഏതൊക്കെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് നോക്കാം. ആദ്യത്തേത് റൈറ്റ് ടു ഇക്വാളിറ്റി. ഓക്കെ, അപ്പൊ റൈറ്റ്സിൽ ആദ്യം നമുക്ക് എന്താ വേണ്ടത്? എല്ലാവരും തുല്യരാണ്, എല്ലാവരും അങ്ങനെ ഒരു സമത്വമാണ് വേണ്ടത് അല്ലെ. അപ്പൊ സമത്വത്തിനുള്ള അവകാശം അതാണ് ആദ്യം വരുന്നത്. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ സമത്വത്തിനുള്ള അവകാശമാണ് വരുന്നത്. അടുത്തത് റൈറ്റ് ടു ഫ്രീഡം. റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അത് എവിടം തൊട്ട് എവിടം വരെയാണ്? ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ പറയുന്നത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. അടുത്തത് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ചൂഷണത്തിനെതിരെയുള്ള അവകാശം. ആർട്ടിക്കിൾ 23 മുതൽ 24 വരെയാണ് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. അടുത്തത്
റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, ഫ്രീഡം ഓഫ് റിലീജിയൻ അതിനുള്ള റൈറ്റ് ആണ് ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ. ഇനി കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ആർട്ടിക്കിൾ 29 മുതൽ 30 വരെ. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആർട്ടിക്കിൾ 32 മുതൽ 35. കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് വെച്ചാൽ ഭരണഘടന പ്രതിവിധികൾക്കുള്ള അവകാശം എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് 6 കാറ്റഗറീസ് ഉണ്ട്. ഇതിന്റെ ആർട്ടിക്കിൾ കൃത്യമായിട്ട് ഇങ്ങനെ ചോദിക്കാൻ സാധ്യതയില്ല, അല്ലാതെ ഇതിന്റെ ഉള്ളിൽ നിന്ന് ഓരോ ആർട്ടിക്കിളായിട്ടാണ് ചോദിക്കുക. അതായത് ഈ ആർട്ടിക്കിൾ മുതൽ ഈ ആർട്ടിക്കിൾ വരെ എന്ന് ചോദിക്കാറില്ല. എന്നാൽ പോലും അത് ഓർത്തു വെക്കാം. ഇപ്പോൾ 14 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രധാനമായിട്ടും കേട്ടോ. 14 മുതലാണ്. ഇപ്പോൾ ടോട്ടൽ നമുക്കറിയാം എവിടെ തൊട്ടാണ് 12 മുതൽ 35 വരെയാണ് അല്ലെ. 12 മുതൽ 35 വരെയാണ്. അതിൽ 12ഉം 13ഉം ഒക്കെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റി പറയുന്നു. അത് കഴിഞ്ഞ് 14 വന്നു. 14ലാണ് റൈറ്റ് ടു ഇക്വാലിറ്റി വരുന്നത്. ആ 14 മുതൽ എത്ര വരെ വരുന്നുണ്ട്? 4 ആർട്ടിക്കിൾ അല്ലെ. അത് കഴിഞ്ഞ് 19 മുതൽ 22 വരെ 3 ആർട്ടിക്കിൾസിൽ റൈറ്റ് ടു ഫ്രീഡം പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 23 മുതൽ 24 വരെ 23ഉം 24 അപ്പൊ എത്രയാണ്? 2 എണ്ണം പറയുന്നുണ്ട്. ഇനി അടുത്തത് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ വരുന്നത് 25, 26 അങ്ങനെ എത്ര വരും? 25, 3, 20. ഓക്കെ, ഇപ്പൊ ഇവിടെ എന്തെങ്ങനെയാണ് വന്നത് കേട്ടോ, സോറി, ഇവിടെ 1 മതിയായിരുന്നു. ഓക്കെ, ആൻഡ് ദെൻ ഇവിടെ എന്തിനാണ് 29 to 30 വരുമ്പോൾ അതിന്റെ ഇടയ്ക്ക് ഗ്യാപ്പാണ് ഞാൻ പറയുന്നത് കേട്ടോ. 1 ആണ്. 32 to ഇവിടെ എത്രയാണ്? 3 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ 4, 3, 1, 3, 1, 3, 4, 3, 1, 3, 1, 3. ഓക്കെ, അപ്പോൾ റൈറ്റ് ടു ഇക്വാലിറ്റി അത് അങ്ങനെ തന്നെ പഠിക്കുന്ന നിർബന്ധമില്ല, ഞാനിങ്ങനെ കാണിച്ചു തന്നേ ഉള്ളൂ. അത് നമുക്ക് എങ്ങനെയാണോ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് അതുപോലെ പഠിച്ചു വെക്കാം. സോ ആദ്യം തന്നെ വേണ്ടത് സമത്വത്തിനുള്ള അവകാശമാണെന്ന് മനസ്സിലാക്കുക. പിന്നീട് വേണ്ടത് നമുക്ക് ഫ്രീഡം വേണം. ഓക്കെ, ആ ഫ്രീഡം ഉണ്ടാകുമ്പോൾ നമ്മൾ ചൂഷണം ചെയ്യപ്പെടാനും സാധ്യത ഉണ്ട്. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റ്, ഫ്രീഡം എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഫ്രീഡം എന്ന് വെച്ചാൽ എന്താണ്? മറ്റുള്ളവർ ചൂഷണം ചെയ്യരുത്. ഓക്കെ, അപ്പൊ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫ്രീഡം വേണം. അതാണ് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. അങ്ങനെ ഓർക്കാം. അടുത്തത് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. പിന്നീട് എന്താണ് വരുന്നത്? റിലീജിയനുള്ള സ്വാതന്ത്ര്യം വേണം, ഫ്രീഡം വേണം. അപ്പോൾ ആദ്യത്തെ ഫ്രീഡം പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് എക്സ്പ്ലോയിറ്റേഷന്റെ കാര്യം പറയണം. പിന്നെ അടുത്ത ഫ്രീഡം പറയുന്നു ഫ്രീഡം ഓഫ് റിലീജിയൻ. അടുത്തത് എഡ്യൂക്കേഷണൽ കൾച്ചറൽ റൈറ്റ്സ്. പിന്നെ ഏറ്റവും അവസാനം പറയുന്നതാണ് റെമഡീസ്. ഓക്കെ, അപ്പൊ അങ്ങനെ പഠിച്ചു വെക്കാം. ഇനി റൈറ്റ് ടു പ്രോപ്പർട്ടിയെ പറ്റി പറയുകയാണെങ്കിൽ റൈറ്റ് ടു പ്രോപ്പർട്ടി അല്ലെങ്കിൽ സ്വത്തവകാശം, അതായത് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ മൗലിക അവകാശമായിരുന്നു ഇത്. പക്ഷെ ഇപ്പോൾ നിയമാവകാശം മാത്രമാണ്. ഓക്കെ, ഇനി ഇത് ഏത് വർഷമാണ് നീക്കം ചെയ്യപ്പെട്ടത് മൗലിക അവകാശങ്ങളിൽ നിന്ന് എന്ന് ചോദിക്കാറുണ്ട്. അത് 1978 കേട്ടോ. ആഫ്റ്റർ ദ 44th അമെൻമെന്റ്, ആഫ്റ്റർ ദ 44th അമെൻമെന്റ് ആക്ട് ഓഫ് 1978, ഇറ്റ് ഈസ് ഓൺലി എ ലീഗൽ റൈറ്റ് അണ്ടർ വിച്ച് ആർട്ടിക്കിൾ 300A. 300A എന്ന ആർട്ടിക്കിളിന്റെ അണ്ടറാണ് ഇപ്പോൾ വരുന്നത്. 1978 ശേഷം അത് ലീഗൽ റൈറ്റ് ആക്കി മാറ്റി 44th അമെൻമെന്റ് ആണ്. അപ്പൊ ഈ 44th അമെൻമെന്റ് പഠിക്കണം. ഏത് വർഷമാണ് റൈറ്റ് ടു പ്രോപ്പർട്ടി റിമൂവ് ചെയ്തത്? 1978 പഠിക്കണം. ലീഗൽ റൈറ്റ് ആണ് ഇപ്പോൾ ഏത് ആർട്ടിക്കിളിന് അണ്ടറാണ്? 300A, അതും പഠിക്കണം. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 31 എന്ന് പറയുമ്പോൾ no person shall be deprived of his or her property except by the authority of law. ഇതായിരുന്നു ആർട്ടിക്കിൾ 31 എന്ന് പറയുന്നത്. അപ്പൊ സ്വത്തവകാശത്തെ പറ്റിയിട്ട് പറഞ്ഞിരുന്ന ആർട്ടിക്കിൾ ഏതായിരുന്നു? ആർട്ടിക്കിൾ 31 ആയിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ ആ ഒരു മൗലിക അവകാശത്തിൽ നിന്ന് മാറ്റി. ഈ ആർട്ടിക്കിൾ 31 എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി മൗലിക അവകാശത്തിന്റെ ഉള്ളിലായിരുന്നു അല്ലെ വന്നിരുന്നത്. പക്ഷെ എന്താണ് ഇപ്പൊ അത് അതിനകത്തുനിന്ന് മാറ്റി. പക്ഷേ 31A, 31B, അതുപോലെ 31C ഇതൊക്കെ നിലവിലുണ്ട് കേട്ടോ. 31 മാത്രമാണ് റിമൂവ് ചെയ്തിട്ടുള്ളൂ. ഇനി the compensation would be paid to a person whose property has been taken for public purposes. പബ്ലിക് പർപ്പസസിന് വേണ്ടി എന്തെങ്കിലും പ്രോപ്പർട്ടി ആടയിൽ എടുക്കുകയാണെങ്കിൽ അതിനുള്ള കോമ്പൻസേഷൻ കൊടുക്കും. ഓക്കെ, ഇപ്പോൾ 31 എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ നിലവിലില്ല, അത് നീക്കം ചെയ്യപ്പെട്ടു. അതാണ് റിപ്പീൽഡ് എന്ന് പറയുന്നത്. റിപ്പീൽഡ് എന്ന് വെച്ചാൽ നീക്കം ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി റിട്ടുകളെ പറ്റിയാണ് പഠിക്കാനുള്ളത്. അപ്പൊ അതിനു മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടി അഡീഷണൽ ആയിട്ട് പറയാം. ഇപ്പൊ നമ്മൾ ഈ ഒരു ഇവിടെ ആദ്യം പറഞ്ഞപ്പോഴും ഒരു കാര്യം പറഞ്ഞിരുന്നു, ഫണ്ടമെന്റൽ റൈറ്റ്സ് ക്യാൻ ബി സസ്പെൻഡഡ് ഡ്യൂറിംഗ് ദ നാഷണൽ എമർജൻസി എന്ന് പറഞ്ഞിരുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് ഇത് എന്താണ് മൗലിക അവകാശങ്ങൾക്ക് കുറച്ച് നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തും. പക്ഷേ അടിയന്തരാവസ്ഥ കാലത്തും നിലനിൽക്കുന്ന ചില മൗലിക അവകാശങ്ങളുണ്ട്. അതായത് ആർട്ടിക്കിൾ 20ഉം
21 ആർട്ടിക്കിൾ 20ഉം 21ഉം എന്താണ്, ഈ അടിയന്തരാവസ്ഥക്കാലത്ത് പോലും ഇത് റദ്ദ് ചെയ്യാൻ പാടില്ല എന്ന് നിലവിൽ നിയമം വന്നു. അത് 44th അമെൻമെന്റ് പ്രകാരമാണ്. ഓക്കെ, 44ാമത്തെ അമെൻമെന്റ് പ്രകാരം 20, 21 എന്നീ ആർട്ടിക്കിൾ അത് ആ ഒരു അവകാശങ്ങൾ ഒരിക്കലും റദ്ദ് ചെയ്യാൻ പാടില്ല എന്ന് വന്നു. ഓക്കെ, 20, 21 അത് എവിടെയാണ് വരുന്നത്? റൈറ്റ് ടു ഫ്രീഡത്തിൽ വരുന്നതാണ് അല്ലെ, 20ഉം 21ഉം. ഇനി പറയാനുള്ളത് മൗലിക അവകാശങ്ങളെ കുറിച്ചുള്ള പ്രമേയം പാസ്സാക്കിയത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ്? അത് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല സ്ലൈഡിൽ. മൗലിക അവകാശങ്ങളെ കുറിച്ചുള്ള പ്രമേയം പാസ്സാക്കിയത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ്? അത് കറാച്ചി സമ്മേളനത്തിലാണ് പ്രമേയം പാസ്സാക്കിയത്. ഈ കറാച്ചി സമ്മേളനം എന്നായിരുന്നു? 1931 ഇനി ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഈ പ്രമേയം ഉണ്ടല്ലോ, ഈ പ്രമേയം പാസ്സാക്കിയത് കറാച്ചിയിൽ വെച്ചിട്ടായിരുന്നു. അത് എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. എഴുതി തയ്യാറാക്കിയത് ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു കേട്ടോ. അപ്പൊ കറാച്ചിയിൽ 1931 കറാച്ചിയിൽ ജവഹർലാൽ നെഹ്റു ആണ് ഇതിന്റെ മൗലിക അവകാശങ്ങളെ കുറിച്ചുള്ള പ്രമേയം എഴുതി തയ്യാറാക്കിയത്. അന്നത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത് അധ്യക്ഷൻ, കറാച്ചി സമ്മേളനത്തിന്റെ അധ്യക്ഷൻ അഥവാ പ്രസിഡന്റ് എന്ന് പറയുന്നത് പട്ടേൽ ആയിരുന്നു. സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു ഇത് അധ്യക്ഷത വഹിച്ചത് ഈ ഒരു സമ്മേളനം. ഇനി മൗലിക അവകാശങ്ങളുടെ പ്രഖ്യാപനം ആയിരിക്കും ഭാവി ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനം എന്ന് പ്രഖ്യാപിച്ച ഒരു കോൺഗ്രസ് സമ്മേളനമുണ്ട്. അത് 1927 മദ്രാസ് സമ്മേളനത്തിലാണ് അങ്ങനെ പ്രഖ്യാപിച്ചത്. മൗലിക അവകാശങ്ങളുടെ പ്രഖ്യാപനമായിരിക്കും ഭാവി ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനം എന്ന് പ്രഖ്യാപിച്ചത്. പിന്നെ 1927 ഈ പറഞ്ഞ മദ്രാസ് സമ്മേളനത്തില് M.A. അൻസാരി ആയിരുന്നു അധ്യക്ഷൻ കേട്ടോ. M.A. അൻസാരി ആയിരുന്നു അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഭരണഘടനയുടെ ആണിക്കല്ല്, ഇന്ത്യയുടെ മാഗ്ന കാർട്ട, സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നീ വിശേഷണങ്ങളൊക്കെ ഉള്ളത് ഈ പറഞ്ഞ ഫണ്ടമെന്റൽ റൈറ്റ്സിന് അഥവാ പാർട്ട് 3ക്കാണ്. ഭരണഘടനയുടെ ആണിക്കല്ല്, ഇന്ത്യയുടെ മാഗ്ന കാർട്ട, സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നൊക്കെ വിശേഷണങ്ങളുള്ളത് പാർട്ട് 3ക്കാണ്, പാർട്ട് 3. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ടും ഓർത്തു വെക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന റിട്ടുകളെ പറ്റിയിട്ടാണ്. റിട്ടുകളിൽ എന്താണ് റിട്ട് എന്ന് പറയുന്നത്? ഇപ്പൊ മൗലിക അവകാശങ്ങൾ നമുക്ക് ഇതൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി. പക്ഷെ ഈ മൗലിക അവകാശങ്ങൾ ഈ പറഞ്ഞ മൗലിക അവകാശങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട്, അതായത് സ്ഥാപിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവ്, അതിനാണ് റിട്ട് എന്ന് പറയുന്നത്. മൗലിക അവകാശങ്ങൾ സ്ഥാപിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളെയാണ് റിട്ടുകൾ എന്ന് പറയുന്നത്, നമുക്കത് സ്ഥാപിച്ചു കിട്ടുന്നതിന്. അപ്പൊ ഇതിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഒരു കാര്യം, ഈ സമത്വത്തിനുള്ള അവകാശം അഥവാ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറഞ്ഞു അല്ലെ, റൈറ്റ് ടു ഇക്വാലിറ്റി. ഒരു സെക്കൻഡ് കേട്ടോ, ഞാൻ ഈ റിട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ റൈറ്റ് ടു ഇക്വാലിറ്റിയിലെ ഈ 14 മുതൽ 18 വരെയുള്ളതും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. കാരണം ആ ഒരു സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഈ 14 മുതൽ 18 എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ 14 എന്ന് പറയുന്നത് ഒന്ന് നോട്ട് ഡൗൺ ചെയ്തോളൂ, ഞാൻ ഇതിൽ ടൈപ്പ് ചെയ്തിട്ടില്ല. 14 എന്ന് പറയുന്നത് നിയമസമത്വം, അതുപോലെ നിയമപരിരക്ഷ. ഇക്വാലിറ്റി ബിഫോർ ലോ, അതുപോലെ നിയമപരിരക്ഷ, അത് രണ്ടുമാണ് എന്ത് വരുന്നത്? ആർട്ടിക്കിൾ 14 വരുന്നത്. ഇനി ആർട്ടിക്കിൾ 15 വരുന്നത് മതം, ജാതി, വർഗം, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല. മതം, ജാതി, വർഗം, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 15 അപ്പൊ ഈ ആർട്ടിക്കിൾ 15 പ്രകാരമാണ് ഒരു ചോദ്യം വന്നിരുന്നത്. അതായത് സ്ത്രീകൾക്ക് വേജസിൽ, അതായത് ജോലി സ്ഥലത്ത് കംപ്ലീറ്റ് ഇക്വാലിറ്റി പറഞ്ഞിരിക്കുന്നത് ഏത് പ്രകാരമാണ്? സ്ത്രീകൾക്ക് പുരുഷന്മാരായിട്ട് കംപ്ലീറ്റ് ഇക്വാലിറ്റി പറയുന്നത് ആർട്ടിക്കിൾ 15 പ്രകാരമാണ് കേട്ടോ. ഇനി ആർട്ടിക്കിൾ 16, ഇനി ആർട്ടിക്കിൾ 16 എന്താണെന്നും നോട്ട് ചെയ്തോളൂ. പൊതു നിയമനങ്ങളിലെ അവസര സമത്വം ഉറപ്പുവരുത്തുന്നതാണ്. പൊതു നിയമനങ്ങൾ, അതായത് നമ്മുടെ പബ്ലിക് സർവീസുകളുണ്ടല്ലോ, കേരള PSC, അതുപോലെ UPSC, അങ്ങനെയുള്ള പൊതു നിയമനങ്ങൾ, അതിലുള്ള അവസര സമത്വം, ഇക്വാലിറ്റിയാണ്. ഇക്വാലിറ്റി എല്ലാവർക്കും
എന്താണ് ആ ഒരു ഓപ്പർച്യൂണിറ്റി, ഇക്വാലിറ്റി ഇൻ ഓപ്പർച്യൂണിറ്റി, അതാണ് ഏതിൽ വരുന്നത്? ആർട്ടിക്കിൾ 16 വരുന്നത്. ഇനി ആർട്ടിക്കിൾ 17, ആർട്ടിക്കിൾ 17 വരുന്നത് എന്താണെന്ന് നോക്കൂ. അയിത്ത നിർമാർജനം, അൺടച്ചബിലിറ്റി ഡിമോളിഷ് ചെയ്യുന്ന ഇതിലാണ്, അത് ഇമ്പോർട്ടന്റ് ആണ്, ആർട്ടിക്കിൾ 17. ഇനി ആർട്ടിക്കിൾ 18 പറയുന്നത് ഇതാണ്, ബഹുമതികൾ നിർത്തലാക്കൽ. ബഹുമതികളൊക്കെ ഉണ്ടല്ലോ, ഓരോ ഓണേഴ്സ് ലഭിച്ചിട്ടിരിക്കുന്നതൊക്കെ, അതൊക്കെ അബോളിഷ് ചെയ്യുന്നത്. അതായത് അക്കാദമിക് ഉള്ളതും അക്കാദമിക്, അതായത് ഡോക്ടർ, ഇപ്പൊ ഡോക്ടറേറ്റ് കിട്ടിയാണ് ഡോക്ടർ എന്ന് വിളിക്കില്ലോ, ആ ഡോക്ടർ അല്ലാതെ ഇപ്പൊ മിലിറ്ററിയിലുള്ളവരെയാണ് ലെഫ്റ്റനന്റ് കേണൽ, മേജർ അങ്ങനെയൊക്കെ വിളിക്കില്ലേ, അത് രണ്ടും ഒഴികെ, അക്കാദമിക്കും മിലിറ്ററിയും ഒഴികെയുള്ള ബഹുമതികൾ. നമുക്കറിയാം ഭരത് അവാർഡ് നേടിയ ഭരത് മോഹൻലാൽ അങ്ങനെ വിളിക്കരുത്, അങ്ങനെ സംബോധന ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെയുള്ള ബഹുമതികൾ ആ ഒരു പേരിനോട് ചേർത്ത് പറയുന്നത് ഒഴിവാക്കുക. അതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഈ പറയുന്ന ആർട്ടിക്കിൾ 18 പറയുന്നത്. ഓക്കെ, അപ്പൊ ആർട്ടിക്കിൾ 14 നിയമസമത്വം, നിയമപരിരക്ഷ. 15 മതം, ജാതി, വർഗം, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം പാടില്ല. ആർട്ടിക്കിൾ 16 പൊതു നിയമനങ്ങളിലെ അവസര സമത്വം ഉറപ്പുവരുത്തുന്നു. ആർട്ടിക്കിൾ 17 അയിത്ത നിർമാർജനം. ആർട്ടിക്കിൾ 18 ബഹുമതികൾ നിർത്തലാക്കൽ. അക്കാദമിക്, മിലിറ്ററി ഒഴികെ ഉള്ളതാണ് പറഞ്ഞത് കേട്ടോ. അക്കാദമിക് കാര്യങ്ങളിലും മിലിറ്ററി കാര്യങ്ങളിലും ഒഴികെ ഉള്ള കാര്യമാണ് പറഞ്ഞത്. ഇനി ഒരു കാര്യം എക്സ്ട്രാ ആയിട്ട് പറയാം. അതായത് മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടു കൂടി പാസ്സാക്കിയ ആർട്ടിക്കിൾ ഏതാണ്? മഹാത്മാഗാന്ധി കി ജയ് എന്ന ഒരു മുദ്രാവാക്യത്തോടു കൂടി പാസ്സാക്കിയ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17. ആർട്ടിക്കിൾ 17. അപ്പൊ അതുകൂടി ഒന്ന് നോട്ട് ചെയ്തോളുക, ആർട്ടിക്കിൾ 17. ഓക്കെ, അപ്പൊ അതുപോലെ ബാക്കി ആർട്ടിക്കിളുകളും ഉണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത്. അപ്പൊ ഇതിന്റെ ബാക്കിയായിട്ട് നമുക്ക് അടുത്ത ഇതിൽ പഠിക്കാവുന്നതാണ്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ലെസൺ. ഈ ലെസൺ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഞാൻ പറയുന്നത് ഇതിന്റെ ബാക്കി പാർട്ടുകൾ എനിക്കറിയാം, റിട്ടുകളും അതുപോലെ തന്നെ ബാക്കിയുള്ള പോർഷൻസും അടുത്ത ലെസണിൽ ഉൾക്കൊള്ളിക്കുന്നതാണ്. ഇതിപ്പോൾ ടൈം ഒരുപാട് കൂടുതലായി പോയതുകൊണ്ടാണ്. താങ്ക് യു. PDF ഡൗൺലോഡ് ചെയ്യുക, വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. താങ്ക് യു.